ഹെൽമെറ്റ് അഴിച്ചിരുന്നില്ല. ഗ്ലാസ് പൊക്കിയാണ് ഇയാൾ ചായ കുടിച്ചത്. വളരെ പ്രിപ്പയർഡാണ്. വെച്ചാൽ മോഷണം നടത്തി പരിചയമുള്ള ആളാണ്. അവർ ഉണ്ണാതെ ഉറങ്ങാതെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കറക്റ്റ് എട്ടാകുമ്പോൾ അവർ പ്രതിയെ പിടിച്ചെന്നുള്ളതാണ്. ഒരു രീതിയിൽ കണ്ടുപിടിക്കത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ പ്രതിക്കുണ്ടായിരുന്നു. അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു. ഞങ്ങൾ അയാളിലേക്ക് എത്തിയപ്പോൾ അയാൾ പോലും അത്ഭുതപ്പെട്ടു. പോലീസ് എങ്ങനെ എന്നിൽ എത്തി എന്നുള്ളത് പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇട്ടോണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് മേടിച്ചതാണ്. അപ്പോൾ അത് ഇടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അത് ഇട്ടുകൊണ്ട് ഇവിടെ നിന്നു. വഴിയോര കച്ചവടം നടത്തുന്ന സ്ത്രീയുടെ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ കേസിൽ യുവാവിനെയും ഇയാളുടെ കൂട്ടാളിയായ യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാകത്താനത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. വാകത്താനം വെട്ടിക്കലുങ്ക് ഭാഗത്ത് വഴിയോര കച്ചവടം നടത്തുന്ന ലീലാമ രാജുവിൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയാണ് ഇക്കഴിഞ്ഞ 25-ാം തീയതി പുലർച്ചെ 7 മണിക്ക് ശേഷം ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തി യുവാവ് പൊട്ടിച്ച കടന്നു കളഞ്ഞത്. ഈ സംഭവത്തിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിൻ്റെയും ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി ആഷാദ് എസിൻ്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഈ പ്രതികളെ കണ്ടെത്തുന്നതിനായി 200-ലധികം CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. ഇപ്പോൾ ഈ പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കോട്ടയം കുറിച്ചി സ്വദേശിയായ വിഷ്ണു അനിൽകുമാറും ഇയാളുടെ സുഹൃത്ത് പാമ്പൂരുംപാറ സ്വദേശിനിയും പെട്രോൾ പമ്പ് ജീവനക്കാരിയുമായ ധന്യയുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. രാവിലെ ഒരു 6:30 ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ വരും. രാവിലെ ഭർത്താവ് കപ്പ എടുക്കാൻ പോയി. അതാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം. ഒരു ചെറിയ ചായയുടെ പരിപാടിയും കൊണ്ട് രാവിലെ ആരെങ്കിലുമൊക്കെ വണ്ടിക്കാരൊക്കെ ചായ കുടിക്കാൻ കയറും. അപ്പം ഞാൻ ചായയുടെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിലേ വന്നൊരു ബൈക്കുകാരൻ കണ്ട ഒരു സാധാരണക്കാരൻ. പുള്ളി കാക്കി ഷർട്ടും പിന്നെ കറുത്ത മുണ്ടും എന്നോട് പറഞ്ഞ് തെങ്ങണായിലൊരു കടയിൽ വണ്ടി ഓടിക്കുകയെന്ന് പറഞ്ഞ് ഇവിടെ കയറി എന്നോട് ചായ മേടിച്ചു. ആദ്യം ഒരു ചായ കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വണ്ടിയിൽ 2 സൂപ്പർവൈസർമാർ വരാനുണ്ട് പുതുപ്പള്ളിയെന്നും പറഞ്ഞുകൊണ്ട് രണ്ടാമത് 2 വണ്ടി നോക്കിയിട്ട് വീണ്ടും ചായ ചോദിച്ചു. ബസ് നോക്കി നിന്നാച്ചാ വീണ്ടും ചായ ചോദിച്ചേ. അപ്പം ഞാൻ 2 ചായ കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 2 കിലോ കപ്പ അന്നേരം അവിടെ 7 പണിക്കാരുണ്ടെന്ന് പറഞ്ഞ് ഞാൻ 2 കിലോ കപ്പ കൊടുത്തു. അത് മേടിച്ചു വണ്ടിക്കകത്താവും വെച്ചു. വണ്ടിക്കകത്ത് വെച്ചേച്ച് പിന്നെയും 2 വണ്ടി നോക്കി നിന്നേച്ച് 7:40 വണ്ടി വന്നപ്പോൾ അതേ സൂപ്പർവൈസറില്ല, എനിക്കിനി പണിക്ക് കയറണം, ഞാൻ പോവാം, എനിക്ക് എന്നാൽ 2 കിലോ കപ്പയും കൂടെ തന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഈ കപ്പ തൂക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഫ്രണ്ട് വലിയ കപ്പ വേണ്ട, എനിക്ക് ചെറിയ കപ്പ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്രവശത്ത് വന്ന് ചെറിയ കപ്പ എടുത്തപ്പോൾ കുനിയെന്നെടുക്കുമ്പം എൻ്റെ മാല പറിച്ചുകൊണ്ട് അവൻ ഓടി. ഞാൻ പുറകെ ഓടി ഒരു ശകലം അങ്ങോട്ട് ചെന്നു. അപ്പം ഞാൻ ബോധം കിട്ടി താഴെ പോയി. വഴിയെ വന്നൊരു ബൈക്കുകാരൻ എന്നെ താങ്ങിയെടുത്തു സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. ആ നിമിഷം തന്നെ പോലീസുകാർ ഇവിടെ വന്നു. എന്നോട് വിവരങ്ങളെല്ലാം അവർ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ അമ്മയ്ക്ക് മാല കണ്ടെത്തി തരും, അമ്മ സമാധാനിക്കാൻ പറഞ്ഞ് അവർ 10-18 പോലീസുകാർ രായും പകലും ഇല്ലാതെ ആ സാറുമാർ എനിക്ക് വേണ്ടി ഒരുപാട് അവർ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ഊണും ഉറക്കവും ഇല്ലാതെ കണ്ട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് 8 ദിവസം കറക്റ്റ് പിറ്റേ തിങ്കളാഴ്ച 7:15 അവർ പ്രതിയാട്ടൻ്റെ ഇരിക്ക് വന്നു. എന്നോട് ചോദിച്ചു, അമ്മ ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഇതാണെന്ന് പറഞ്ഞു. എനിക്ക് ഈ ദൈവത്തോട് നന്ദി പറയണ്ട, അതിലും ഒരുപാട് ഈ സ്റ്റേഷനിലെ സാറുമാരോട് DSP 2-3 പ്രാവശ്യം എൻ്റെ ഇരിക്കെ വന്നു. അപ്പോൾ വരുമ്പോഴേ എന്നോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ മാല മേടിച്ച് തന്നിരിക്കും, അമ്മ കരയില്ലേ, എന്നെ സമാധാനിപ്പിച്ചിട്ടാണ് പോണത്, അമ്മ കരയില്ലേ. പിന്നെ അവിടുന്ന് വന്ന എല്ലാ ഉദ്യോഗസ്ഥരും ആത്മാർത്ഥമായിട്ട് അവരിടപെട്ടു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇതൊരു കള്ളനാണ്. ഇതിന് ഈ വഴി സൈഡ് 2 കിലോ കപ്പ വിൽക്കുന്ന ഞങ്ങളുടെ ഇത് പിടിച്ചു പറിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാതെ ഞാൻ ഒരുപാട് കല്ലും മണ്ണും ചുമ്മി ഞങ്ങൾ രണ്ടും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞങ്ങളുടെ ഉപജീവനത്തിന് ഇവിടെ വന്നിരിക്കുന്നു. പിന്നെ ഇത് എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇട്ടോണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് മേടിച്ചതാണ്. അപ്പോൾ അത് ഇടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അത് ഇട്ടുകൊണ്ട് ഇവിടെ നിന്നെന്ന് മാത്രം. ഞങ്ങൾക്ക് ഇതേ ഉള്ളൊരു സമ്പാദ്യം. ഇത് എൻ്റെ ഭർത്താവ് അസുഖമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്നാന്ന് ഞങ്ങൾക്ക് ഒരു പണയം വെച്ചാച്ച് പുള്ളിയെ ചികിത്സിക്കാനുള്ള മുതലായിരുന്നത്. അത് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിൽ ഒരുപാട് അപ്പുറമായിപ്പോയി. ആദ്യം ഒരു ചായ കുടിക്കുന്നു, രണ്ടാമത് വീണ്ടും ചായ കുടിക്കുന്നു. കപ്പ വേണമെന്ന് പറഞ്ഞിട്ട് കപ്പ വാങ്ങുന്നു. 1 പ്രാവശ്യം വാങ്ങി, 2ാം പ്രാവശ്യം വീണ്ടും വാങ്ങും. എനിക്ക് തോന്നുന്നത് നല്ല അവസരങ്ങൾ നോക്കി ചുറ്റുപാടുകളൊക്കെ ഒഴിവായി സേഫായിട്ട് ഒരു സാഹചര്യം കിട്ടാനായിട്ടാണ് വീണ്ടും ഇത് ഈ ചേച്ചിയെ കൊണ്ട് ഇയാൾ എടുപ്പിച്ചത്. വീണ്ടും ലാസ്റ്റ് 2ാമത് കപ്പ മേടിച്ചിട്ട് വീണ്ടും പറഞ്ഞ് കപ്പയുടെ വലിയ പീസായിപ്പോയി, അതുകൊണ്ട് ചെറുതെടുക്കണമെന്നും പറഞ്ഞ് ഇവർ കുരിഞ്ഞ് നിന്നുകൊണ്ട് ചെറിയ പീസ് എടുക്കുന്ന സമയത്ത് ഇവരുടെ കഴുത്തേ കിടന്ന 2.5 ഗ്രാം 2 പവൻ 5 ഗ്രാം ഏകദേശം ഇന്നത്തെ വിലയ്ക്ക് ഒരു 3 ലക്ഷം രൂപയോളം വില വരും. അത്രയും സ്വർണ്ണാഭരണം ഇവിടെ ഒരു മാല ഇവരുടെ കഴുത്തേ കിടന്നിരുന്നു. ഇവൻ പെട്ടെന്ന് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. മാല പറിച്ച് ഇവനെ ഓടി അമ്മയ്ക്കൊട്ടൊരു അടി കൊടുത്തിട്ടാണ് കൊണ്ട് പോകുന്നത്. അപ്പോൾ പുറകെ ഓടി ഈ അമ്മ ഉരുണ്ട് വീഴുന്നുണ്ട്. എന്നിട്ട് ഈ സ്കൂട്ടറിൽ ഇവൻ എടുത്ത് പോയി. ഞങ്ങൾ പോലീസ് പാർട്ടി അപ്പോൾ തന്നെ അറിഞ്ഞപാട് അവിടെ ചെന്നു. ഞാനവിടെ ചെന്നിരുന്നു.
ഞാൻ ഈ അമ്മയോട് സംസാരിച്ചപ്പം അപ്പോഴും അവർ വിങ്ങിക്കൊണ്ടാണ് പറയുന്നത്. അവർക്ക് ഈ ഇത്രയും വലിയ അവരുടെ ഒരു ജീവിത സ്വപ്നമാണ്, ഇത്രയും കാലഘട്ടം അധ്വാനിച്ചുണ്ടാക്കിയൊരു പൈസ കൊണ്ട് മേടിച്ചൊരു മൂല്യമാണ്. എന്നോട് പറയുമ്പോഴും അവർ വളരെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. കുറേ നേരം എടുത്തു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെ. പറഞ്ഞതിൽ നിന്ന് കിട്ടിയ കുറേ വിവരങ്ങൾ, നമുക്കവിടെ ആ സമയത്ത് കടന്നുപോയ വാഹനങ്ങളെക്കുറിച്ചൊരു വിവരം കിട്ടി. ആ ചില വാഹനങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് വിഷ്വൽസ് കിട്ടി. ഏകദേശം വാകത്താനം പോലീസ് സ്റ്റേഷനിലെ CI ഉൾപ്പെടെ 18ഓളം നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം എനിക്കായിരുന്നു അതിൻ്റെ ലീഡർഷിപ്പ്. ഡെയിലി അത് കൃത്യമായിട്ടൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി ഓരോ ദിവസവും ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ ഒരു 18 പേരുടെ ടീം, അത് 2 പേരെ വെച്ച് നമ്മൾ 9ഓളം ടീം ഉണ്ടാക്കി. ആ ടീം ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് കൊടുത്തു. ഏകദേശം 200ഓളം ക്യാമറകൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ സമീപസ്ഥങ്ങളായ മുഴുവൻ ജോയിൻ്റ് RTO ഓഫീസിൽ നിന്ന് സസ്പെക്റ്റായ വാഹനങ്ങളെ ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അത് ട്രേസ് ഔട്ട് ചെയ്യുന്നതിനായിട്ട് വാഹനങ്ങൾ ലിസ്റ്റ് കയറാക്കിയിട്ടുണ്ട്. ഇത്തരം കേസുകൾ ഉൾപ്പെട്ട MO ക്രിമിനൽസ് ആയ ആളുകളുടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ സ്ഥലം നടന്ന സ്ഥലത്ത് ചുറ്റുപാടുകൾ ഏതെങ്കിലും ആൻറ്റി സോഷ്യൽസ് ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റി, പ്രതികളിലേക്ക് എത്താൻ പറ്റി. അത് ഓരോ സ്ഥലത്തു നിന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ കടന്ന് ഈ വ്യക്തി സ്കൂട്ടർ കടന്നുപോയ ഓരോ പാതയും ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോഴും നമുക്ക് വണ്ടിയുടെ നമ്പറിലേക്ക് നമ്മൾ എത്തിയിരുന്നില്ല. പക്ഷേ വ്യക്തികളുടെ ഇവരെ സഹായിക്കാനായിട്ട്, ഈ മൊട്ടിച്ച മാല പറിച്ച റോബറി നടത്തിയ വ്യക്തിയെ സഹായിക്കാനായിട്ട് ഒരു സ്ത്രീ ഇടയ്ക്കൊന്ന് കയറുന്ന ഒരു വിഷ്വൽ നമുക്ക് ലഭിച്ചു. അങ്ങനെ ആ സ്ത്രീയിലോട്ട് അന്വേഷണം എത്തുകയും തുടർന്ന് പ്രതിയിലോട്ടെത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2ാം പ്രതിയാണ് ആ സ്ത്രീ. അവർ മാല വിറ്റ സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. റിക്കവറിക്കായുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രതി സ്ഥിരം കുറ്റവാളിയാണ്. 7ഓളം മോഷണ കേസിൽ, സ്കൂട്ടർ മോഷണ കേസിൽ പ്രതിയാണ്. നമ്മുടെ ഇപ്പോൾ ഈ ഡിറ്റക്ഷനോടുകൂടി നമുക്ക് ഗാന്ധികർപ്പ് കേസിലെ ഒരു മോഷണ കേസ്, സ്കൂട്ടർ മോഷണം, ഈ കേസിൽ ഈ മാല പറിക്കാൻ ഉപയോഗിച്ചത് ഒരു മോഷണ വണ്ടിയാണ്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. ഇത് കൂടാതെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ ഒരു ബൈക്ക് മോഷണം, സ്കൂട്ടർ മോഷണം, എൻഡോർക്ക് സ്കൂട്ടറാണ്, അത് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ ഒരു എഫേർട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷയും ആ ചേച്ചിയുടെ സങ്കടം കണ്ടതിലുള്ള നമ്മുടെ ഒരു എഫേർട്ടും ഇതെടുത്ത് അവർക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു വലിയൊരു ആഗ്രഹവും, അതിനായിട്ട് ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഠിന പ്രയത്നവും കൊണ്ടാണ് ഇത് കിട്ടിയത്. 8 ദിവസം കൊണ്ട് ഡിറ്റക്ഷൻ ആയെങ്കിലും ആ ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങളാരും ഒരു നിമിഷം പോലും ഉറക്കത്തിൽ പോലും ഇതിനെക്കുറിച്ച് ഓർത്ത് ഇതെങ്ങനെ ഏത് രീതിയിൽ കണ്ടുപിടിക്കാം, ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകൾ ആവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നത്. ഇയാളുടെ മുഖം പോലും അമ്മയ്ക്ക് വ്യക്തമായിരുന്നു? ഒന്നും വ്യക്തമല്ല. അമ്മയ്ക്ക് ജസ്റ്റ് ഒരു രൂപം അത്രയേ ഉള്ളൂ. ഹെൽമെറ്റ് അഴിച്ചിരുന്നില്ല. ഗ്ലാസ് പൊക്കിയാണ് ഇയാൾ ചായ കുടിച്ചത്. വളരെ പ്രിപ്പയർഡാണ്. വെച്ചാൽ മോഷണം നടത്തി പരിചയമുള്ള ആളാണ്. എങ്ങനെ മോഷണം നടത്തണം എന്നുള്ളതും അതിനൊക്കെ അയാളെക്കുറിച്ച് ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞത് കള്ളത്തരമാണ് പറഞ്ഞത്. ഇയാൾ ഇന്നയാളാന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നമ്മൾ പരിശോധിച്ചപ്പം അത് ശുദ്ധമായ കള്ളത്തരമാണ്. വളരെ പ്രിപ്പയർഡാണ്. ഒരു രീതിയിൽ കണ്ടുപിടിക്കത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ പ്രതിക്കുണ്ടായിരുന്നു. അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു. ഞങ്ങൾ അയാളിലേക്ക് എത്തിയപ്പോൾ അയാൾ പോലും അത്ഭുതപ്പെട്ടു. പോലീസ് എങ്ങനെ എന്നിൽ എത്തി എന്നുള്ളത് പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നമ്പർ പ്ലേറ്റൊക്കെ വളച്ച് വെച്ചിട്ടാണ് അയാൾ ആ രീതിയിലൊക്കെ അയാൾ വളരെ എഫേർട്ട് ഇത് പിടിക്കരുത് എന്നൊരു എല്ലാ രീതിയിലുള്ള എഫേർട്ടും എടുത്തിരുന്നു. ഈ സ്ത്രീ ഇയാളുടെ സുഹൃത്താണ്. കൂടെ പണയം വെക്കാൻ കൂടെ കയറിയ സ്ത്രീ ഈ 1ാം പ്രതിയുടെ സുഹൃത്താണ്. 1ാം പ്രതിയെ 2ാം പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് ഇനിയും അതിൻ്റെ കസ്റ്റഡി എടുത്ത് ബാക്കി നടപടികൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ കേസുകൾ ഡിറ്റക്ഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ആ അമ്മയെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാര്യം അമ്മയ്ക്ക് ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമാണ് ഈ മാല. അതെ, പോലീസ് തിരികെ എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതെ, അത് അവരുടെ കണ്ണുനീരാണ്. നമ്മൾ അവരെ ആ FIS എടുക്കുന്നത് മുതൽ, ആദ്യം കാണുന്നത് മുതൽ എൻ്റെ മക്കളെ എനിക്കത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണേ എന്ന് പറയുന്ന നമുക്കൊക്കെ സ്വന്തം അമ്മയെ പോലെ തോന്നും. ആ രീതിയിലാണ് അവർ നമ്മളെ കണ്ടതും നമ്മൾ അവരെ കണ്ടതും അങ്ങനെ തന്നെയാണ്. ഈ കേസിൽ പോലീസിന്റെ അന്വേഷണ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് 18ഓളം പോലീസ് ഉദ്യോഗസ്ഥർ രാവും പകലും ഒരേപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കേസിലെ പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടിയിരിക്കുന്നത്. കോട്ടയം വാകത്താനത്ത് നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.